കുറച്ച് ദിവസങ്ങളായി ആടുജീവിതം എന്ന് പറയുന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ചും അതിൻ്റെ ഇൻ്റർവ്യൂസൊക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ മൊത്തം പൃഥ്വിരാജും റസൂൽ പൂക്കുട്ടിയും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും ഒക്കെ നിറഞ്ഞ് തൂകി നിൽക്കുകയാണ്. അപ്പോൾ ആടുജീവിതം മാർച്ച് മാസത്തിൽ തന്നെ ഇറങ്ങും. അപ്പോൾ അതിനുവേണ്ടി അവരെടുത്ത ഓരോ കഷ്ടപ്പാടുകളും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. 10-12 വർഷം മുമ്പ് ഇതിനു വേണ്ടി തയ്യാറെടുത്ത് നടക്കുന്ന അതിൻ്റെ ഡയറക്ടർ, അതിനകത്ത് അഭിനയിക്കാനായിട്ടുള്ള നടൻ പൃഥ്വിരാജ്, അതിൻ്റെ വെയിറ്റ് എത്രയോ പരമാവധി പൃഥ്വിരാജിൻ്റെ പരമാവധി ആ സിനിമയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് നിങ്ങളെല്ലാവരും ഏറ്റെടുക്കണം. പിന്നെ ഇതിൻ്റെ തുടക്കം കുറിച്ചത് ഈ കൊറോണ ടൈമിൽ അവർ ഷൂട്ടിങ്ങിന് പോവുകയും അവിടെ ഒരു സ്ഥലത്ത് പോയി കുടുങ്ങുകയും അതൊക്കെ വാർത്താമാധ്യമങ്ങളിൽ വളരെ വലിയ ന്യൂസായിട്ട് വന്ന കാര്യങ്ങളാണ്. അപ്പം അന്നാണ് ആടുജീവിതം എന്ന് പറയുന്ന സിനിമയെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി തുടങ്ങുന്നത്. അതിൻ്റെ ബുക്കുകളൊക്കെ ആണെങ്കിൽ വായിക്കാത്ത ആൾക്കാരുണ്ടാകില്ല. ബെന്യാമീൻ്റെ ആടുജീവിതം എന്ന് പറയുന്ന കഥ ആ ബുക്ക് ആസ്പദമാക്കിയാണെങ്കിൽ പോലും സിനിമാറ്റിക് ആയിട്ട് കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം അതിനകത്ത് ഇപ്പോൾ ട്രെയിലറൊക്കെ ഇറങ്ങിയ സമയത്ത് ഒട്ടകത്തിൻ്റെ കണ്ണ് തുറക്കുമ്പം അതിനകത്ത് പൃഥ്വിരാജിന് റിഫ്ലക്ഷൻ വരുന്നൊരു സീനുണ്ട്. അതുകൂട്ട് സീനുകൾ തുടങ്ങി വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ടെടുത്ത സിനിമ. അതിൻ്റെ ഒരു എന്താണ് ഇൻ്റർവ്യൂവിൻ്റെ ഒരു ചെറിയ പോർഷൻ കാണിച്ചു തരാം. പിന്നെ ഒരു ഇന്നലെ ഞാൻ വരുന്ന വഴിക്ക് സംസാരിച്ച കാര്യം, ഇപ്പൊ ഈ ട്രെയിലർ കണ്ടപ്പോൾ എല്ലാവരും വളരെ എടുത്തു പറയുന്ന ഒരു ഷോട്ട് ഉണ്ടല്ലോ, ഒരു ഒട്ടകത്തിന്റെ കണ്ണിൽ എന്റെ റിഫ്ലക്ഷൻ ഒരു മാക്രോ ലെൻസിട്ട് ഷൂട്ട് ചെയ്ത ഒരു ഷോട്ട്. സുനിലുണ്ട് അവിടെ ക്യാമറമാൻ? ഇല്ല, ഓക്കെ. അത് ഒരു സീനിൽ അപ്പൊ പുസ്തകം അറിയാവുന്ന ആൾക്കാരായതുകൊണ്ട് സീനൊക്കെ അപ്പൊ ഞാൻ ഈ മൃഗങ്ങളോട് യാത്ര പറയുന്ന ഒരു സീനുണ്ട്. അപ്പൊ ആ സീൻ ഷൂട്ട് ചെയ്തപ്പോ ഞാൻ ഒട്ടകങ്ങൾക്ക് ഭക്ഷണം ഇട്ട് കൊടുത്തിട്ട്, അപ്പൊ ആ സമയത്ത് ഒട്ടകങ്ങളൊക്കെ നമ്മൾ ഹലോ എന്നുള്ള അത്രയും നാളായല്ലോ. അപ്പൊ നമുക്കെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു ഒരു ഒട്ടകമുണ്ട്, കാണാൻ ഭംഗിയുള്ള ഒരു കക്ഷി. അപ്പൊ പുള്ളിക്കാരനെയാണ് നമ്മൾ ഈ ഷോട്ടിന് വിളിച്ച് നിർത്തിയിരിക്കുന്നത്. അപ്പോ അങ്ങനെ ഭക്ഷണം ഇട്ട് കൊടുത്തിട്ട് ഞാൻ പോവാണ് എന്ന് പറയാം. ഭക്ഷണം ഇട്ട് കൊടുത്തിട്ട് ഞാൻ പോവാടാ, ഇനി ഞാൻ വരില്ല, തിരിച്ചു വരില്ല എന്ന് പറഞ്ഞപ്പോ എന്റെ ഷോട്ട് എടുക്കുകയാണ് ഒട്ടകത്തിന്റെ സജഷൻ. ഒട്ടകം കഴിച്ചുകൊണ്ടിരുന്ന ഒട്ടകം പെട്ടെന്ന് എണീറ്റ് എന്നെ നോക്കി. അപ്പൊ നമ്മൾ അത് ഷോട്ട് ഉടനെ ഇദ്ദേഹമാണല്ലോ, അത് കൊള്ളാം, ഇനി ഒട്ടകത്തിന്റെ റിയാക്ഷൻ എടുക്കാൻ പറഞ്ഞു. ഞാൻ തമാശ പറയല്ലോ, ശരിക്കും ഒട്ടകത്തിന്റെ റിയാക്ഷൻ ഇത് എവിടെ ഇപ്പുറത്തെ ക്യാമറ വെച്ചിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു ദിവസം വൈകുന്നേരം ഒരു 4-4:30 മണിക്കാണ് എന്റെ ഷോട്ട് എടുത്തത്. അപ്പൊ അതേ സമയത്ത് വേണമല്ലോ ഒട്ടകത്തിന്റെയും ഷോട്ട് എടുക്കാനല്ലേ, ലൈറ്റ് പറയായിരിക്കും എന്ന് പറഞ്ഞ് എത്രയോ ദിവസങ്ങൾ നമ്മളൊരു 3:30 മണിയാകുമ്പോൾ ഷൂട്ട് നിർത്തിയിട്ട് ക്യാമറയായിട്ട് പോയിട്ട് ഒട്ടകത്തിന്റെ ഷോട്ട് എടുക്കാൻ നിൽക്കും. എനിക്ക് തോന്നുന്നൊരു 7-8 ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് നിങ്ങളിപ്പോ കാണുന്ന ആ കണ്ണിലെ റിഫ്ലക്ഷൻ ഷോട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഈ സിനിമ ചിത്രീകരിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് എനിക്കൊരു വലിയ ഭാഗ്യവും അഭിമാനവും ഉള്ള കാര്യമായിട്ട് ഞാൻ കരുതുന്നു. അപ്പൊ അത് തീർച്ചയായിട്ടും അത് ഒരു ദിവസമല്ല, ഒരുപാട് ദിവസങ്ങൾ പ്ലസ് ചേട്ടനും ഞാനും വൈകുന്നേരങ്ങളിൽ മരുഭൂമിയിലിരുന്ന് രാജു ഇതെന്തോ തീരും എന്ന് സംസാരിച്ചിട്ടുണ്ട്. ആ സിനിമയിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട ആളാണ് അതിൻ്റെ ഡയറക്ടർ ബ്ലസ്സി. അപ്പം ബ്ലസ്സി സാർ എന്നൊക്കെ വിളിക്കാൻ കേട്ടോ, നല്ല അത്രയും സീനിയറായിട്ടുള്ള മനുഷ്യനാണ്. അപ്പം ആ ഡയറക്ടർ എടുത്ത അത്രയും കഷ്ടപ്പാട് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന പൃഥ്വിരാജും ഏകദേശം എടുത്തിട്ടുണ്ട്. കാരണം പുള്ളീൻ്റെ ബോഡിയൊക്കെ അങ്ങനെ നല്ല ഫിറ്റായിട്ടിരുന്ന ബോഡി അത്രത്തോളം മെലിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിനകത്ത് പിന്നീട് ശരീരത്തിനുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളൊക്കെ ഉറപ്പായിട്ടും ഉണ്ടാകും. കാരണം അത്രത്തോളമാണ് ബോഡി മെലിച്ചെടുത്തത്. അതിനുവേണ്ടി എടുത്ത കഷ്ടപ്പാടുകളുടെ വീഡിയോ ഒക്കെ അവർ പുറകെ ഇടും. ഇനിയിപ്പോൾ ആ സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ആൾക്കാരെ ഏറ്റെടുക്കുമെന്നാണ് എൻ്റെയും പ്രതീക്ഷ. കാരണം അത്ര പ്രതീക്ഷയോടുകൂടി മലയാളം ഇൻഡസ്ട്രി ഇറക്കുന്ന ഒരു സിനിമയാണ്. അത്രത്തോളം അവർ കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അതാണ് പറയുന്നത്, എത്ര 7-8 ദിവസവും കാത്തിരുന്നു ഒരു ഒട്ടകത്തിൻ്റെ കണ്ണിൽ നിന്ന് പൃഥ്വിരാജിൻ്റെ റിഫ്ലക്ഷൻ കിട്ടാനായിട്ട്. അപ്പം അത്രത്തോളം കഷ്ടപ്പെട്ട് അവരെടുത്തൊരു സിനിമയാണ്. അപ്പം തീർച്ചയായിട്ടും വിജയിക്കട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം മലയാളം ഇൻഡസ്ട്രിക്ക് ഇപ്പം മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്നൊരു സിനിമ ഇറങ്ങി, തമിഴ്നാട്ടിൽ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. പ്രേമലു എന്ന് പറയുന്ന സിനിമ ഇറങ്ങി, അത് തെലുങ്കിലേക്ക് ഡബ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ 2024 മൊത്തത്തിൽ മലയാളം സിനിമയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഒരടിപൊളി വർഷമാണ്. അപ്പം ആടുജീവിതം ഇറങ്ങട്ടെ, അതും സൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പം അവർ അതെടുത്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരുപാട് കഷ്ടപ്പാടുകളെക്കുറിച്ച് പറഞ്ഞു. ഒരുപാട് ശരീരവുമായി ബന്ധപ്പെട്ട ശരീരത്തിനോട് കേടുപാടുകൾ സംഭവിച്ചതിനെക്കുറിച്ച് പറഞ്ഞു.
അതിനകത്ത് ബ്ലെസ്സി എന്ന് പറയുന്ന ഡയറക്ടർ എടുത്തിരിക്കുന്ന കഷ്ടപ്പാടുകൾ 10-13 വർഷവും വരെ ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുക, സിനിമ ചെയ്യാനായിട്ടുള്ള പരിപാടികൾ ചെയ്യുക എന്നുള്ളത്, അതിൻ്റെ ഇടയ്ക്ക് കൊറോണയ്ക്ക് പോയി കുടുങ്ങിയ സമയം, അതിനൊക്കെ ഒരുപാട് പ്രതിസന്ധികൾക്ക് ശേഷമാണ് അവരിപ്പോൾ ഈ സിനിമ ഇറക്കിയിരിക്കുന്നത്. അപ്പം എന്തായാലും അടിപൊളിയായിട്ട് വരട്ടെ എന്ന് നമുക്കൊക്കെ ആശംസിക്കാം.